ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 82-ാമത്തെ സങ്കീർത്തനം ധ്യാനിക്കുകയാണ്. ദേവന്മാരുടെ ന്യായാധിപനാണ് ദൈവം എന്നത് സങ്കീർത്തകൻ പറയുന്നു. ഒരു സ്വർഗത്തിൻ്റെ അനുഭൂതി വിവരിച്ചുകൊണ്ടാണ് ദേവന്മാരുടെ ഇടയിൽ ഉപവിഷ്ടനായിട്ട് ന്യായവിധി നടത്തുന്നവനായി ദൈവത്തെ ചിത്രീകരിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൽ. ദൈവം തൻ്റെ ന്യായവിധി നടത്തുന്നു, ന്യായാസനത്തിൽ ഉപവിഷ്ടനായിട്ടിരിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലും രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-ാമത്തെ അധ്യായത്തിലും അത്യുന്നതങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവം ഇസ്രായേലിനെ ഭരിക്കുന്നവനാണെന്നുള്ള ആ ചിന്ത ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ന്യായാധിപനായിട്ടുള്ള ദൈവം എല്ലാ ദേവന്മാരുടെയും പിതാവാണ്. ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കുന്നതിലൂടെയാണ് മനുഷ്യൻ സ്വതന്ത്രനാകുന്നത്. എവിടെയെല്ലാം അനീതിയും ദുഷ്ടതയും നിലനിൽക്കുന്നുവോ അവിടെയെല്ലാം ദൈവം തൻ്റെ ന്യായവിധി നടപ്പിലാക്കുന്നു. ഭരണാധികാരിയുടെ ചുമതലയാണ് ദുഷ്ടരുടെയും ചൂഷകരുടെയും കൈകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക എന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേലുണ്ടാവണം. ദൈവമേ, അങ്ങ് കാരുണ്യവാനും നീതി പുനഃസ്ഥാപിക്കുന്നവനുമാണല്ലോ. മർദ്ദിതരുടെയും ചൂഷകരുടെയും കരങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം. ഈ ലോകത്തിലുള്ള അനീതിയും അസമാധാനവും അവിടുന്ന് മാറ്റിക്കളയണം. ദൈവത്തിൻ്റെ നീതിയും ന്യായവും ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മറ്റുള്ളവരോട് നമുക്ക് വളരെ നീതിപൂർവം പ്രവർത്തിക്കാം. സമാധാനത്തിൻ്റെ ഒരു വക്താവായിട്ട് നമുക്ക് പെരുമാറാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.